ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ജോമൈ സ്റ്റാലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ടിപ്പ് പറയാൻ വേണ്ടിയാണ്. എന്തിനെക്കുറിച്ചാണെന്നറിയാമോ? കുടുംബജീവിതത്തെക്കുറിച്ച്. ഹൗ ടു ഹാവ് എ ഹാപ്പി ഫാമിലി ലൈഫ്. അതിനുള്ള 2 ടിപ്സ് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത്. നമ്മളെല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ ഫാമിലി ലൈഫ് ഏറ്റവും ഹാപ്പി ആയിരിക്കണമെന്ന്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഒന്നാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അത് പ്രത്യേകിച്ച് കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ്. സെക്കൻഡ് തിങ്, ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴും നമ്മളുണ്ടല്ലോ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മളായിരിക്കണം കതവ് തുറന്ന് അവരെ വീട്ടിലോട്ട് കയറ്റേണ്ടത്. നമ്മുടെ മുഖം കണ്ടുകൊണ്ട് വേണം അവർ വീട്ടിലോട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കയറാൻ. അത് തന്നെ കുടുംബത്തിലൊരു ഭയങ്കര പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവരും ജോലിയുള്ളവരാണ്, അതൊന്നും നടക്കുന്ന കാര്യമൊന്നും അല്ലെന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ പറ്റുമായിരിക്കാം. ബട്ട് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നടത്താൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് പിന്നെ അത്രമാത്രം സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ എതിരാണെങ്കിൽ മാത്രം നമുക്കത് ചെയ്യേണ്ട, നമ്മൾ മക്കളെ ഏൽപ്പിക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഹസ്ബൻഡ് സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ, ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് അവരെ ഒറ്റയ്ക്ക് വിടുക. നമ്മൾ അവരുടെ അടുത്ത് പോയി ആ സമയത്ത് പോയി, നിങ്ങൾ ഇന്നത് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇതുകൊണ്ടാണ് ഇങ്ങനൊരു ഫെയിലിയർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതെന്ന് പറയാതെ അവരുടെ ഒപ്പം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അതായിരിക്കാം അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഹസ്ബൻഡ് വീട്ടിലിരിക്കാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ്ങിനും കറങ്ങിയൊക്കെ നടക്കുന്നത്. വീട്ടിലിരിക്കാൻ കിട്ടത്തേയില്ല എന്ന് ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്തായിരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മെയിൻ തിങ്, അവർ നിങ്ങളുടെ കമ്പനി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്, അല്ലേ? അതുകൊണ്ടാണ് അവർ പുറത്ത് പോകുന്നത്. ഞാൻ പറയുന്നത് കേട്ടോ, എൻ്റെ കാര്യങ്ങളാണ്, ഞാൻ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളവരെ വീട്ടിലിരുത്താൻ വേണ്ടി നമ്മൾ അവർക്ക് പീസ് ഓഫ് മൈൻഡ്, സമാധാനം അവരുടെ മനസ്സിൽ നമ്മൾ കൊടുക്കണം. നമ്മുടെ മുഖം കാണുമ്പോൾ അവർക്ക് സമാധാനം തോന്നണം. അതിനുവേണ്ടി നമ്മൾ അവരെ പ്രൊവോക്ക് ചെയ്യാതെ നമ്മൾ അവരെ സ്നേഹത്തിൽ കൂടി നമ്മുടെ അടുത്ത് ആക്കുവാൻ ശ്രമിക്കണം. പിന്നെ ലാസ്റ്റ് കാര്യം പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര വിശന്നായിരിക്കാം വരുന്നത്. പക്ഷേങ്കിൽ എത്ര വിശപ്പുണ്ടെങ്കിൽ പിന്നെ സഹിക്കാൻ പറ്റാത്ത വിശപ്പൊന്നും നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പറ്റുമെങ്കിൽ അവർ വരുന്നതിനും വരെ നമ്മൾ നോക്കിയിരിക്കുക, ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക. ആ ദിവസത്തെ കാര്യങ്ങളെല്ലാം ആ സമയത്ത് നമ്മൾ ഷെയർ ചെയ്യുക. എനിക്കറിയാം എല്ലാവർക്കും ഇതൊക്കെ അറിയാമെന്ന്, ബട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരാൾക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രയോജനപ്പെട്ടെങ്കിൽ അവരവരുടെ ജീവിതത്തിൽ അത് അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നെങ്കിൽ ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഈ വീഡിയോയും കൊണ്ട് ഞാൻ ഹാപ്പിയായി. പിന്നെ നമ്മൾക്ക് ഏറ്റവും സന്തോഷം എന്തുവാ? നമ്മുടെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ കിട്ടുന്ന ആ സുരക്ഷിതത്വമല്ലേ? അതിനുവേണ്ടി നമ്മൾ ഇച്ചിരി സാക്രിഫൈസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഈ എപ്പിസോഡ് സഹിച്ച എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.